നന്ദുഷ പത്തനംതിട്ട ഫെന്നി നയനാനൊക്കെ തോറ്റുപോയല്ലോ. എന്താണ് പത്തനംതിട്ടയിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് എന്താണ്? നിഷാദ്, പത്തനംതിട്ടയിൽ UDFന്റെ സമഗ്രാധിപത്യമെന്ന് നിസ്സംശയം പറയാം. ജില്ലാ പഞ്ചായത്ത് മുതൽ ഗ്രാമപഞ്ചായത്ത് വരെയുള്ള മുഴുവൻ സീറ്റ് നില പരിഗണിച്ചാൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ വലിയ വിജയമാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. പത്തനംതിട്ട നഗരസഭ LDF നിന്നും UDF പിടിച്ചെടുക്കുന്നു. അതോടൊപ്പം നിരവധി പഞ്ചായത്തുകൾ, ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വിജയം പന്തളം നഗരസഭയിലാണ്. കോൺഗ്രസ് ഏറ്റവും ഞെട്ടിക്കുന്ന രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കാര്യം അവിടെ BJP CPM ഫൈറ്റ് എന്നുള്ള നിലയിലായിരുന്നു ആ നഗരസഭയുടെ പൊതുവിലുള്ള ചിത്രം വിലയിരുത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ അത് മാറി കോൺഗ്രസ് കളത്തിലേക്ക് വരുന്നു. കോൺഗ്രസ് കളം പിടിക്കുന്നു. 2015 ശേഷം, അതായത് 2015 പന്തളം നഗരസഭ രൂപീകൃതമായ ശേഷം ആദ്യമായി കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. അങ്ങനെ ജില്ലയിലെ വിവിധ മേഖലകളിൽ സ്വർണ്ണപ്പാളി വിഷയം ഉൾപ്പെടെ വലിയ ചർച്ചയായ ജില്ലയിൽ കോൺഗ്രസിന്റെ മുന്നേറ്റം തന്നെയാണ് സമഗ്രമായി പറയാൻ കഴിയുന്നത്. കുളനട പഞ്ചായത്തിലെ 10 വർഷത്തെ BJP ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ LDF ഭരണസമിതി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും തുറക്കുകയാണ്. ജില്ലയുടെ സമഗ്ര ചിത്രത്തിൽ നിന്നും BJP പിന്നോട്ട് പോകുന്നു. BJP ജില്ലയിൽ തകർന്നടിയുന്നു. ആ കാഴ്ചയാണ് ഇപ്പോൾ ജില്ലയിൽ. പത്തനംതിട്ടയിൽ സമ്പൂർണ്ണമായ UDF ആധിപത്യമാണ്. ഒഞ്ചിയത്ത് എന്താണ് നടക്കുന്നത്? അവരെ ഭീഷണിയിൽ ഞങ്ങൾക്കൊരു സീറ്റ് നഷ്ടപ്പെട്ടു. 3-ാം വാർഡിൽ LDFന്റെ നേതാവ് ജയിച്ചത് 7 വോട്ടിനാണ്. അവിടെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയായി അവരം മത്സരിച്ചപ്പോൾ 18 വോട്ട് അവരം നേടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഫലം അവരുടെ ആ ഒരു ഇടപെടൽ കൂടിയില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ വലിയ ഒരു സീറ്റ് ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. എല്ലാവർക്കും, വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യിക്കാൻ എത്തിയവർക്കും ഞങ്ങളോടൊപ്പം മത്സരിച്ചവർക്കും ഒരുപക്ഷെ പരാജയത്തിന്റെ കയ്പിനീരൊക്കെ ഇട്ടവർക്കെല്ലാം ഈ തെരഞ്ഞെടുപ്പിനകത്തെല്ലാ മേഖലയിലും ഇടപെട്ട എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഇപ്പോൾ ചങ്ങനാശ്ശേരി നഗരസഭയിൽ NDAക്ക് ലീഡ് എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത, ഒരുപക്ഷെ LDFനെയും UDFനെയും ഞെട്ടിക്കുന്ന വാർത്തയാണ്. ജോസി, എന്താണ് അവിടെ സംഭവിച്ചത്? അജിൻസ്, ഇപ്പോൾ ആ ലീഡ് നിലയിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ BJPയുടെ ലീഡായിരുന്നു കൂടുതൽ കാണിച്ചിരുന്നത്. ഇപ്പോൾ UDF കൂടുതൽ സീറ്റുകളിലേക്ക് വന്നിട്ടുണ്ട്. UDF ഇപ്പോൾ 9 സീറ്റുകളിലേക്ക് ചങ്ങനാശ്ശേരി നഗരസഭയിൽ എത്തിയിരിക്കുന്നു. 7 സീറ്റുകളിൽ LDF, അതോടൊപ്പം 6 സീറ്റുകളിൽ NDA എന്ന നിലയിലാണ് ഇപ്പോൾ ഫലസൂചനകൾ പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ മന്നം സമാധി ഇരിക്കുന്ന പെരുന്ന ആസ്ഥാനം ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ BJP വിജയിച്ചിരുന്നു. അതിന്റെ കണക്ക് അപ്ഡേറ്റ് ആയി വരുന്ന മുറയ്ക്കായിരുന്നു BJP ലീഡ് കാണിച്ചത്. അവിടെ ഇപ്പോൾ UDF തിരിച്ചു വന്നിരിക്കുന്നു. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പങ്കുവെക്കാനുള്ളത് പള്ളിക്കത്തോട് പഞ്ചായത്ത് BJP ഭരിച്ചിരുന്ന പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ഇപ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ല. BJP 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ BJPക്ക് ഭരണം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ഈരാറ്റുപേട്ട നഗരസഭയിൽ ശക്തമായ മുന്നേറ്റം UDF നടത്തുകയാണ്. ജില്ലാ പഞ്ചായത്തിലും UDFന്റെ ശക്തമായ മുന്നേറ്റം നടക്കുന്നു. ജില്ലാ പഞ്ചായത്തിൽ 16 ഇടത്ത് ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നു. 7 ഇടത്ത് മാത്രമാണ് LDFന്റെ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലും ശക്തമായ രീതിയിൽ UDFന്റെ തരംഗം അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ നഷ്ടമായ പുതുപ്പള്ളി മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും ഇപ്പോൾ UDFന് തിരിച്ചു പിടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭകളിലും ശക്തമായ ആധിപത്യം ഊട്ടിയുറപ്പിക്കുവാൻ ഇത്തവണ വീണ്ടും UDFന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ നഗരസഭകളിൽ മാത്രമായിരുന്നു UDFന് അല്പം മേധാവിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ സമഗ്രാധിപത്യം എന്ന നിലയിലേക്ക് UDFന്റെ മുന്നേറ്റമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിനിടയിൽ ലതിക സുഭാഷ് തോറ്റു എന്നുള്ള വാർത്തയും നമുക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞു. ജോസ് കെ മാണിയുടെ വാർഡിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തിരുന്നു. അജിൻസ്, ശരി, ഇനി നമുക്ക് നോക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടത് കോട്ടകളിൽ